എന്തോന്നടി എല്ലാം കൂടെ പോയി അലറി വരുന്നത് എന്താളിയാ? അല്ല അളി എന്താ വിട്, ഞാൻ ഒരു ഊഞ്ഞാല് കെട്ടണെന്ന് വിട്. അച്ഛനല്ലേ പറഞ്ഞ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ പോണെന്ന്? ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് അത് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞല്ലേ? സത്യമല്ലായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ലേ ചോദിച്ചേ? അച്ഛൻ മനുഷ്യനെ പേടിപ്പിച്ചു രണ്ടെണ്ണം കൂടി. അയ്യോ എന്റെ അളിയാ ജീവൻ അങ്ങ് പോയി അളിയാ. എന്തിന്? അളിയൻ തൂങ്ങാന്ന് അറിഞ്ഞപ്പോ. അതെ സത്യം. ഞാൻ തൂങ്ങാൻ പോണ? അതെ അളിയാ. എന്റെ പെങ്ങൾക്ക് ഭർത്താവ് ഇല്ലാതാവുമല്ലോ. മാണിക്കുട്ടി നീ പേടിച്ചു പോയാ? ഇവര് ചുമ്മാ പറഞ്ഞേ ഇതേ ഈ ചിന്നുവിന് വേണ്ടിയാണ്. എന്റെ അളിയാ ഇവൾക്കേ പണ്ട് മുതലേ ഊഞ്ഞാലെന്ന് വെച്ചാ ഭയങ്കര ജീവനാ. അത് ബലത്തെ കേട്ടാ കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പണ്ട് ആഹാരം പോലും കഴിക്കൂല, എപ്പോഴും ഊഞ്ഞാലാണ്. അമ്മയാണെങ്കിൽ ആഹാരം കൊണ്ട് ഇവിടെ പുറകെ നടക്കും. ഇവിടെ കഴിക്കുവോ? ഇല്ല. അമ്മ പഠിച്ച പണി പതിനെട്ടും നോക്കും. എന്നിട്ട് നിക്ക് മോളെ, എന്നിട്ട് വിലമുണ്ടോ നോക്കാം. എന്നിട്ട് അമ്മ ദേഷ്യത്തിൽ ഇറങ്ങി പോവും. കുട്ടി വീഴത്തില്ലേ? ഇല്ലല്ല. എന്നിട്ട് അമ്മ പറയും ഇടി വേണേ കഴിക്കെന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ ഞാൻ ചെന്ന് ഇവളെ എടുത്ത് ഊഞ്ഞാലിരുത്തി ആട്ടി ഭക്ഷണം എല്ലാം കഴിപ്പിക്കും. ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നിട്ടാണോ നീ പറഞ്ഞേ ഈ രവിയാണ് നിന്നോട് സ്നേഹമില്ലെന്ന്? വെറുതെ പറഞ്ഞ ഇത് പേടിപ്പിച്ചു കളഞ്ഞു നമ്മളെ. ഞാൻ പറയട്ടെ മണി, ഇവള് വെറുതെയാണ് പറഞ്ഞെങ്കിലും അതെന്റെ ചങ്കിലാ കൊണ്ടത്. എന്റെ അളിയ അത് അവള് വെറുതെ പറഞ്ഞാന്ന് ഞങ്ങടുത്ത് വന്ന് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അവിടെ ഒളിഞ്ഞു നിന്ന് കേക്ക് ആണെന്ന് അറിഞ്ഞു വെച്ചോണ്ടാണ് അവള് കുറച്ച് പൊലിപ്പിച്ച് പറഞ്ഞത്. അതറിയോ? അപ്പൊ എല്ലാരും കൂടെ എന്നെ പൊട്ടനാക്കുമായിരുന്നല്ലേ? അത് പ്രത്യേകിച്ച് പൊട്ടനാക്കേണ്ട കാര്യമില്ലല്ലോ, അതാണല്ലോ അളിയ. അല്ല എന്തോന്ന് വിഷയം എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്തോന്നൊക്കെ പറയണേ? അത് പറഞ്ഞുതരാം. നീ ആദ്യം ഇരയടി. അപ്പച്ചി കഴിഞ്ഞിട്ട് ഞാന് നിനക്കൊന്നും പഠിക്കാവുന്നില്ല. എനിക്ക് ഊഞ്ഞാലാടണം. എനിക്ക് അടുക്കള വേറെ ജോലിയൊന്നും. എന്റെ പണിയൊക്കെ കഴിഞ്ഞു. എന്നാ പിന്നെ നീ അങ്ങോട്ട് മാറി നിന്ന് നോക്ക്. അല്ല ആരും വേണ്ട, ഇനി ഞാനും വേണ്ട. എന്റെ പെങ്ങളെ എനിക്കറിയാം ഊഞ്ഞാലാട്ടം. ഇരുന്നോ, നീ ധൈര്യമായിട്ടിരുന്നോ മോളെ. ഞാനേ രണ്ടാഗ്രഹം പറഞ്ഞില്ലായിരുന്നാ? രണ്ടാഗ്രഹം പറഞ്ഞു. എന്തോന്നു? ഊഞ്ഞാലിപ്പോ ആർക്കും പറ്റും. കണ്ട കയറ് ഇവിടെ എങ്ങാണ്ട കിടന്ന കയറ് ഇതാ ഒരു മുള കഷ്ണം. അതിന് പൈസ എന്തായാലും ചെലവാക്കിയില്ല. ഞാൻ തട്ടുകടയിൽ പോയി 2 ദോശ എന്നോന്ന് പറഞ്ഞില്ല എണ്ണ. തട്ടുകടയിലാ? അല്ലെങ്കിലും പൈസ ചെലവാക്കണ കാര്യത്തിന് അത് എന്റെ അണ്ണനെ കൊണ്ട് ഇവിടെ ഫുഡ് ഉണ്ട്, അത് കഴിച്ചാൽ മതി. അല്ല അത് പറഞ്ഞായിരുന്നു. അപ്പൊ അളിയന് വയ്യ. ഇത്രേ ഉള്ളണ്ണ, എനിക്ക് മനസ്സിലായി. അല്ല ചിന്നു ഇവിടെ നോക്ക്, നിനക്ക് എത്ര തട്ട് ദോശ വേണം, എത്ര ഓംലെറ്റ് വേണം, ഞാൻ വാങ്ങിച്ചു തരുമോ? വേണ്ട, ഞാൻ തന്നെ. നീ ഒരു കാര്യം, വണ്ടി കയറി. പിടിച്ചത് ഇല്ല, എന്തായിരുന്നാലും ഞങ്ങള് കടയിൽ പോകണം. കാശ് ചെലവ് തന്നെ. നീ ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്കുള്ള എല്ലാവർക്കും ഉള്ള ഫുഡും ഞങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോ ഇതിവിടെ കാണണം കേട്ടോ. നീ വാ ചിന്നു. നീ ഇരിക്കാൻ പോണോ? ഞാൻ ഇരിക്കാൻ വിചാരിച്ചു. വേണ്ട, അമ്മ ഇരുന്ന മരം കാണൂല. ഈ രണ്ടെണ്ണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോണ്ടല്ലോ, രണ്ടും തമ്മിൽ ഭയങ്കര പൊട്ടിത്തെറിയാണ്. കൊച്ചു പിള്ളേരെ പോലെ ഇപ്പോഴും പ്രായം ഇത്ര ആയിട്ട് വഴക്കിടുന്നു. അതെ ഇനി പെങ്ങളെ, നിനക്കിതുപോലെ വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ? ആഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ചാ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആരും നോക്കാൻ? നമുക്കാരും ഇല്ലല്ലോ. എങ്ങനെ? നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ നമുക്കാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തരത്തില്ലയോ? പിന്നെ പറച്ചിലൊക്കെ ഞാൻ കുറെ വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. പറച്ചിലല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ നല്ല സ്നേഹമുള്ള കൂടപ്പിറപ്പിനൊക്കെ കിട്ടണമെങ്കിൽ, അതുപോലത്തെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. പറച്ചിൽ മാത്രമേ ഉള്ളൂ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലയോ? നിനക്കിപ്പോ എന്തോ വേണം? എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്നും പറയണില്ലേ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിട്ടില്ല. അവിടെ നിന്ന് നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും. ഉറപ്പാണോ? ഉറപ്പാ. എനിക്കൊരു വിശ്വാസമില്ല, ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആദ്യം അപ്പച്ചി മാമനും അച്ഛനും തമ്മിലായിരുന്നു. ഇപ്പൊ മാമനും അമ്മയും തമ്മില് എന്തോ സംഭവം? എന്തോന്നും മനസ്സിലായില്ലേ? എടി ഇതാണടാ അവരുടെ സ്നേഹം. ഇതാ സ്നേഹം? കൊള്ളാം, സ്നേഹം കൊള്ളാം. എനിക്കും ഉണ്ടൊരു കൂടപ്പറപ്പ്. എന്തിനു കൊള്ളാം? ഇനിയിപ്പൊ സ്നേഹിക്കണ്ട, ആട്ടിത്താ എനിക്ക്. ഇങ്ങനെ സ്നേഹിച്ചാ മതി. ഫുഡ് അച്ഛൻ മേടിച്ചോണ്ട് വരും, അതുകൊണ്ട് നീ അങ്ങനെ സ്നേഹിക്കണ്ട.